ചോദിക്കട്ടെ, കുറ്റം പറയില്ല, നമ്മളൊക്കെ ആയുസ്സിലേക്ക് നീങ്ങുമ്പോൾ നമുക്ക് പ്രായമാകും. ഒരു 70-80 വയസ്സുള്ളൊരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത്, മോനെ നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് എടുക്കണ്ടേ? വാപ്പാക്ക് തറക്കല്ലിടാനുള്ള ആയുസ് വരെ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ വാപ്പയുടെ ആഗ്രഹം ആ ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ ഉണ്ടാക്കി അതൊക്കെ ഒന്ന് വർക്ക് ഞാൻ നോക്കിക്കോളാം, മോനെ വാടക വാങ്ങാൻ വാപ്പ അവിടെ ഉണ്ടല്ലോ. ആരെയും പറയണത് 80 കഴിഞ്ഞ് വാപ്പയെ പറയണത്. വാപ്പക്ക് തോന്നണില്ല എനിക്ക് പോകേണ്ട സമയം, എൻ്റെ റസൂല് പറഞ്ഞ 60-70 കഴിഞ്ഞും ഒരു 10 വീണ്ടും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്, 80ആയി. ഇനി മേലെ പോയ ഒരു 85-90 ഉള്ളിൽ സംഗതി അത്രയല്ലേ കിട്ടൂ, ലൈഫ് എക്സ്പെക്ടൻസി അത്രയേ ഉള്ളൂ. എന്നാലും വാപ്പ ആഗ്രഹിക്കുന്ന ഒരു 30 കൊല്ലത്തേക്കെങ്കിലും വാപ്പന് ജീവിക്കാൻ കരുത്തുണ്ട് എന്ന രീതിയിൽ മുതൽ വാങ്ങണ്ടേ, അത് വാരിക്കൂട്ടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണ്. ആ നേരം കുറച്ച് ഖുർആനും കുറച്ച് ദിക്റും കുറച്ച് ഇടപാടുകളൊക്കെ ഒന്ന് തീർത്ത് പൊരുത്തപ്പെടിക്കുന്നവരെ പൊരുത്തപ്പെടിച്ച് ഒരു ഉംറയോ ഒരു ഹജ്ജൊക്കെ ചെയ്ത് ആ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി റെഡിയായി നിൽക്കേണ്ട സമയത്ത് പോലും മനുഷ്യൻ സമ്പത്തിനെ കുറിച്ച് ആലോചിക്കുന്ന അവസ്ഥ വരും. ഇല്ലാ മൻ റഹിമ റബ്ബി, പടച്ചതമ്പുരാന്റെ വലിയ കാരുണ്യം ലഭിച്ചവരൊഴികെ അവരെ പണിക്കൊന്നും നിൽക്കുവല്ല. അത് മോനെ വാപ്പാൻ്റെ കഴിഞ്ഞടാ, നീ എന്താ ചായ്ക്കോ, വാപ്പാനതിനെ നോക്കേണ്ട, വാപ്പനെ ഒരുങ്ങുകയാണ്. ഇത് ചിന്ത വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഇതെന്താ, മനുഷ്യൻ ഇങ്ങനെയാണ്. ഈ ജീവിതത്തെയാണ് നമ്മൾ കരുപിടിപ്പിച്ചെടുക്കേണ്ടത്. അതിനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഈ ദീൻ തന്നിരിക്കുന്നത്.